1575 റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഈ മാനുക്കലിൽ ഡ്രേപ്പ് ചെയ്തേക്കുന്നത് ആ ഒരു സൽവാർ സെറ്റാണ്. അതൊരു വൈൻ ടോണിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നെവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ, പിന്നെ വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. ഇതിൻ്റെ പാറ്റേൺ വരുമ്പോൾ കോട്ട ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. കോട്ട തെപ്ചിയാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത്. അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് കോട്ട ഫാബ്രിക് കൊടുത്തത് സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. അതൊരു ഫ്ലോറൽ പ്രിൻറ്റും പിന്നെ ചെറിയ എംബ്രോയ്ഡറിയും ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ 4 കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വൈൻ ടോണിൽ വരും. ഞാനിപ്പോൾ കാണിച്ച പാറ്റേൺ തന്നെ തെപ്ചി എംബ്രോയ്ഡറി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് യോക്ക് പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലോറൽ പ്രിൻറ്റും വരും, ചെറിയ ബീഡ്സ് വർക്കും എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട്. ബോട്ടം സാറ്റൻ സിൽക്കിൻ്റെ ആണ്. ദുപ്പട്ട സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു സൽവാറിൻ്റെ പാറ്റേൺ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ല നെവി ബ്ലൂ ടോണിലാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡും സെയിം ഡിസൈൻ തന്നെയായിരിക്കും, തെപ്ചി എംബ്രോയ്ഡറി തന്നെയായിരിക്കും ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള സിൽക്കി കോട്ട ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ വന്നേക്കുന്നത്. ബോട്ടം സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നമുക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോണിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. ദുപ്പട്ടയുടെ ബേസ് കളർ ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ ലൈനിങ്ങും അവൈലബിൾ ആണ്. ബോട്ടവും ലൈനിങ്ങും സാറ്റൻ സിൽക്കിലാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്.